നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയൊരു വിവാദം പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഡീലിമിറ്റേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണത്. അതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച ചരിത്രപരമായ വസ്തുതകൾ തന്നെ നമുക്ക് പരിശോധിക്കാം. രാജ്യത്തെ ജനസംഖ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലോകസഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിശ്ചയിക്കുന്ന പ്രക്രിയയാണിത്. ഓരോ മണ്ഡലത്തിലും ഏകദേശം തുല്യമായ എണ്ണം വോട്ടർമാരുണ്ടെന്ന് ഉറപ്പുവരുത്തി ഒരാൾക്ക് ഒരു വോട്ട് ഒരു മൂല്യം എന്ന ജനാധിപത്യ തത്വം നടപ്പിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇത് ജനാധിപത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പ്രക്രിയയാണ്. ഇനി ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പ്രകാരം ഓരോ സെൻസസിന് ശേഷം പാർലമെന്റ് ഒരു ഡീലിമിറ്റേഷൻ ആക്ട് പാസ്സാക്കണം. ഇതനുസരിച്ച് രാഷ്ട്രപതി ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നു. ഇന്ത്യയിൽ ഇതുവരെ 4 തവണയാണ് കമ്മീഷനുകൾ രൂപീകരിച്ചത്. 1952 കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ആദ്യത്തെ കമ്മീഷൻ. അന്ന് നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1963 രണ്ടാമത്തെ കമ്മീഷൻ. 1973 മൂന്നാമത്തെ കമ്മീഷൻ. അതായത് കോൺഗ്രസ് ഭരണകാലത്താണ് ആദ്യത്തെ 3 കമ്മീഷനുകൾ നിയമിക്കപ്പെട്ടത് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് തന്നെ ഇതിനെ എതിർക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ. 1973 കമ്മീഷന് ശേഷം 2002 നാലാമത്തെ കമ്മീഷൻ 2001 സെൻസസിനെ അടിസ്ഥാനമാക്കി മണ്ഡലങ്ങളുടെ അതിർത്തി മാറ്റിയെങ്കിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചില്ല. അതിനൊരു കാരണമുണ്ട്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് കുടുംബാസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ 2001 വരെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് മരവിപ്പിക്കുകയുണ്ടായി. പിന്നീട് 2002 ഇത് 2026 വരെ നീട്ടുകയാണ് ഉണ്ടായത്. 2002 ഇന്ത്യ ഭരിക്കുന്നത് എനിക്ക് തോന്നുന്നു അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1976 അവസാനമായിട്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. നോക്കൂ, 50 വർഷം മുമ്പാണ് അവസാനമായിട്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. 1976 ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 62 63 കോടിയാണ് 1976 ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെ ഇരട്ടിയിലധികമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ, 145 കോടി. 50 വർഷം മുമ്പാണ് ഇന്ത്യയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായത്. ഇനിയും ഉണ്ടാവണ്ട എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ അത്രയും കാലവും സീറ്റുകൾ വർദ്ധിപ്പിച്ചത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. അവരാണ് ഇതിനെ ആദ്യം എതിർക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. DMK പോലെയുള്ള പ്രാദേശിക പാർട്ടികൾ ഇതിനെ എതിർക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ്, അവരുടെയൊക്കെ രാഷ്ട്രീയ നിലനിൽപ്പ് മാത്രമാണ് ലക്ഷ്യം. രാജ്യത്തിന്റെ വികസനമോ പുരോഗതിയോ ഒന്നുമല്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനെ എതിർക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ 1976 അടിയന്തരാവസ്ഥ കാലത്ത് കുടുംബാസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവാതിരിക്കാനാണ് ഇത് നീട്ടിവെച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ കുടുംബാസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പോപ്പുലേഷൻ കൂടുതലാണെന്നും ഈ അവസരത്തിൽ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വരികയും സ്വാഭാവികമായിട്ട് അവർ പിന്നീട് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. 1999 അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. അതുവരെ ഏറെക്കുറെ ഇന്ത്യ ഭരിച്ചത്, ഇടയ്ക്കൊക്കെ ചില മാറ്റങ്ങൾ വന്നുവെങ്കിലും കോൺഗ്രസ് ആണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് എന്നത് വിസ്മരിക്കരുത്. അവരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയതുപോലെ ഉത്തരേന്ത്യയിലും അത് നടപ്പിലാക്കണമായിരുന്നു. ഇനി 2004 ശേഷം 1-2 UPA സർക്കാരിന്റെ കാലത്തും ഇത് നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസ് ഗവൺമെന്റ് പരാജയപ്പെട്ടു. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണത്. ജനസംഖ്യ കുറെ സംസ്ഥാനങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ടു, കുറെ സംസ്ഥാനങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഡീലിമിറ്റേഷൻ പാടില്ല എന്ന് പറയുന്നതും ശരിയല്ല. അത് മനുഷ്യത്വരഹിതമായ സംസാരമാണ്. ഇപ്പൊ കേരളത്തിന്റെ ഒരു സാഹചര്യം എടുക്കാം. കേരളത്തിൽ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയിട്ടില്ലേ? കേരളത്തിൽ ഇപ്പോഴുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളും 20 ലോകസഭാ മണ്ഡലങ്ങളും 2001 സെൻസസ് പ്രകാരം 2008 നിശ്ചയിക്കപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഒരു കാര്യം എടുക്കും. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് മലബാർ ഭാഗത്താണ്. മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഒക്കെ വരുന്ന ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ, ലോകസഭാ സീറ്റുകൾ എടുത്താലും അതുപോലെ നിയമസഭാ സീറ്റുകൾ എടുത്താലും മലബാർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങ് തെക്കൻ ജില്ലകളിലുള്ള ആളുകൾ പറയാൻ പാടുണ്ടോ മലബാറിലുള്ള ആൾക്കാരാണ് ഇവിടെ ആര് ഭരിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്, ഇത് അനീതിയാണ്, തെക്കൻ ജില്ലയോടുള്ള അനീതിയാണെന്ന് പറയാൻ പാടുണ്ടോ? അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി പരിശോധിച്ചാൽ ശക്തരായ രാഷ്ട്രീയ നേതൃത്വം കണ്ണൂർ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആണെങ്കിലും കെ കരുണാകരനടക്കമുള്ള
നിരവധി കേരളത്തിലെ മുഖ്യമന്ത്രിമാരടക്കം കണ്ണൂരിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ മലബാർ റീജിയണിൽ നിന്നുള്ളവരാണ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലുള്ളവരെക്കാൾ കൂടുതൽ രാഷ്ട്രീയമായിട്ട് ഏറ്റവും കൂടുതൽ നേതാക്കളാണെങ്കിലും അധികാരത്തിലുള്ളതാണെങ്കിലും മലബാർ റീജിയണിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തെക്കൻ ജില്ലയിലുള്ളവർ പറയാൻ പാടുണ്ടോ ഇവിടം ഭരിക്കുന്നത് മലബാറുകാരാണ്, ഞങ്ങളോട് അനീതിയാണ് കാണിക്കുന്നതെന്ന് പറയുന്നത് ശരിയാണോ? മലബാറുകാരായാലും അല്ലെങ്കിൽ മധ്യ കേരളത്തിലുള്ളവരാണെങ്കിലും തിരുവിതാംകൂർ റീജിയണിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ളവരാണെങ്കിലും ഇതെല്ലാം കേരളത്തിന്റെ ഭാഗമാണ്. കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അത് കണ്ണൂരുള്ള ആള് മുഖ്യമന്ത്രി ആയാലും കാസർഗോഡുള്ളതായാലും നമ്മുടെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മലബാർ ആയാലും മധ്യ കേരളത്തിലായാലും തെക്കൻ കേരളത്തിലായാലും അതെല്ലാം കേരളമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ പ്രാദേശികവൽക്കരിക്കരുത്. പ്രാദേശികവാദം വളരെ അപകടകരമാണ്. അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സംസ്ഥാനത്തിൽ അത് സാധ്യമല്ലെന്നാണോ? ഇപ്പൊ ഇന്ത്യയിൽ പ്രാദേശികവാദം പറയാണ്, സൗത്ത് എന്നും നോർത്ത് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ പ്രാദേശികവാദം പറഞ്ഞാൽ കേരളത്തിൽ പറയാൻ പറ്റില്ലേ? ഇനി തിരുവനന്തപുരം ജില്ല എടുത്താൽ ആ ജില്ലയിൽ പറയാൻ പറ്റില്ലേ? ആ ജില്ലയിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് പറയാം പ്രാദേശികവാദം. ആ പഞ്ചായത്തിനകത്ത് ഒരു വാർഡുകാർക്ക് പറയാം പ്രാദേശികവാദം. വികസനമെല്ലാം നടക്കുന്നത് മറ്റേ വാർഡിലാണ്, ഞങ്ങളുടെ വാർഡിലൊന്നും തരുന്നില്ല, ഇത് അനീതിയാണ്, ഞങ്ങളുടെ വാർഡിനെ ഒരു രാജ്യമാക്കി അങ്ങ് പ്രഖ്യാപിക്കണമെന്നൊക്കെ പ്രാദേശികവാദം പഞ്ചായത്തിനും പറയാം, വാർഡിനും പറയാം, ഒരു ജില്ലയ്ക്കും പറയാം, സംസ്ഥാനത്തിനും പറയാം, രാജ്യത്തും ഇതുപോലെ പറയാം. അപ്പോൾ പ്രാദേശികവാദം ഏത് തരമാണെങ്കിലും അതൊരു രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വാദം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. കോൺഗ്രസിന് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ 850 സീറ്റാണെങ്കിലും 540 സീറ്റായാലും 543 സീറ്റായാലും കോൺഗ്രസ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് വരിക, ജനങ്ങളെ ബോധിപ്പിക്കുക. ഈ രാജ്യം വളരെ വലുതാണ്, ഇവിടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അപ്പൊ ജനങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏതെങ്കിലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള വോട്ട് ഏത് കാലത്താണ് ഉണ്ടായിരുന്നത്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് ഇന്ത്യയിൽ വോട്ട് ചെയ്തവരൊക്കെ പെട്ടെന്ന് ചൊവ്വയിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ഇവിടെ വന്ന ആൾക്കാരല്ല. അതുവരെ കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്നത്. അവർ തന്നെയാണ് പിന്നീട് 2019-ലും 2024-ലും BJP ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിലെ കാര്യം തന്നെ എടുക്കൂ. കേരളത്തില് കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ഉം നമ്മുടെ LDF-ഉം എങ്ങനെയാണ് മാറി മാറി അധികാരത്തിൽ വരുന്നത്? കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ LDF-ന് കുത്തിയവർ തന്നെയാണ് UDF-ന് വോട്ട് ചെയ്യുന്നത്. അപ്പോ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്താൽ അത് സാധ്യമാണ്. ഇപ്പൊ ഇന്ന് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നണം ഇതിനേക്കാൾ ബെറ്റർ ഇനി കോൺഗ്രസിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് തോന്നണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകാതെ ഡീലിമിറ്റേഷനെ എതിർത്തതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്താലും BJPക്ക് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? 2026-ന് ശേഷമുള്ള സെൻസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ ഡീലിമിറ്റേഷൻ രാജ്യത്ത് നടപ്പിലാക്കുന്നത് തന്നെയാണ് രാജ്യത്തിന് നല്ലത്. കാരണം വലിയ പോപ്പുലേഷൻ, വലിയ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്ത് ഡെവലപ്മെന്റ് മികച്ച രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ജനസംഖ്യാ ആനുപാതികമായിട്ട് കൂടുതൽ MP-മാരും MLA-മാരും ഒക്കെ ഉണ്ടാവേണ്ടത് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമാണ്. അതിനെ എതിർക്കുന്നത് സത്യത്തിൽ രാജ്യത്തിനെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നേ പറയാനുള്ളൂ. മാത്രമല്ല ഉത്തരേന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്ന പ്രവർത്തനങ്ങളും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നേരത്തെയും ഇപ്പോൾ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ ലോകസഭാ സീറ്റുകളല്ല ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത്. അതായത് ഇപ്പോൾ ഈ 543 സീറ്റുകളുള്ള ഈ ഘട്ടത്തിലും സത്യം പറഞ്ഞാൽ വ്യാജമായ പ്രചാരണമാണ് നടക്കുന്നത്. ഈ ഡീലിമിറ്റേഷൻ നടപ്പിലായാൽ കേരളവും തമിഴ്നാടും ഒന്നും പ്രസക്തി ഇല്ലാതാകുമെന്ന്. ഇപ്പോഴും പ്രസക്തി ഇല്ല എന്ന് അങ്ങനെയാണെങ്കിൽ പറയാം. ഉദാഹരണം പറഞ്ഞാൽ ഏതാനും ചില സംസ്ഥാനങ്ങൾ മാത്രം മതി BJP പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ ആം ആദ്മിക്കോ കോൺഗ്രസിനോ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി. ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് 80 സീറ്റുകൾ ഉത്തർപ്രദേശിൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ 25 സീറ്റുകളുണ്ട്. മഹാരാഷ്ട്രയിൽ 48 എണ്ണമുണ്ട്. മധ്യപ്രദേശിൽ 29 എണ്ണമുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിൽ 26 എണ്ണമുണ്ട്. അതുപോലെ ബീഹാറിൽ ഏകദേശം 40 സീറ്റുകളുണ്ട്. ഈ ഇത്രയും ആകുമ്പോൾ തന്നെ ഏകദേശം 240-250 സീറ്റുകളായി കഴിഞ്ഞു ഏതാണ്ട് 6 സംസ്ഥാനങ്ങൾ. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ സ്വാധീനം നേടിയാൽ മാത്രം മതി ഈ പറയുന്ന ഇന്ത്യയെ ഭരിക്കാനായിട്ട്. അത് തന്നെയാണ് BJP ഈ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാടിന്റെയോ MP-മാരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണോ BJP കേന്ദ്രം ഭരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിനും തമിഴ്നാടിനും ഒക്കെ എന്തോ അങ്ങ് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രാദേശികവാദമാണ്, വിഘടനവാദമാണ്. അത് രാജ്യത്തിന്റെ ഐക്യത്തിനൊരു ഭീഷണിയാണ്. DMK പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ മറ്റു പാർട്ടികളെ കൂടി ഇങ്ങനൊരു നിലപാടെടുക്കാൻ നിർബന്ധിപ്പിക്കുകയാണ് സത്യത്തിൽ. കാരണം DMK ഒക്കെ കുടുംബ പാർട്ടിയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ തന്നെ കുടുംബ പാർട്ടിയാണ്. കോൺഗ്രസ് കുടുംബ പാർട്ടി എന്ന് പറയാൻ കാരണം സോണിയാഗാന്ധി എനിക്ക് തോന്നുന്നു ഇപ്പൊ രാജ്യസഭാ MP ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോകസഭാ MP-മാരാണ്. ഒരു കുടുംബത്തിൽ 3 MP-മാരാണ്.
ഇപ്പോൾ DMKയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അച്ഛനും മോനും മുഖ്യമന്ത്രിമാരാണ്. അച്ഛൻ മുഖ്യമന്ത്രിയെങ്കിൽ മോൻ ഉപമുഖ്യമന്ത്രിയാണ്. സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും. ഇത്തരം കുടുംബ പാർട്ടികളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ തന്നെ അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്ത്യക്ക് ദോഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. മാത്രമല്ല ഡീലിമിറ്റേഷനൊപ്പം ചരിത്രപരമായിട്ട് വനിതാ സംവരണം കൂടി നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആണ് രാജ്യത്ത് നടക്കുന്നത്. ഇതിനെ എതിർക്കുന്നത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ BJP വിരോധം കൊണ്ടോ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലുപരിയായിട്ട് ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലനിൽപ്പ് അപകടത്തിലായാലോ എന്ന് ഭയന്നിട്ടാണ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒരു വീട്ടിൽ 3 MP, ഒരു വീട്ടിൽ 2 മുഖ്യമന്ത്രിമാർ, ഒരാൾ മുഖ്യമന്ത്രി മറ്റേ ആൾ ഉപമുഖ്യമന്ത്രി. DMKയും കോൺഗ്രസും ഒക്കെ കുടുംബ പാർട്ടികളാണ്, പറയാതെ വയ്യ. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. ഇവരിത് എതിർത്താലും ഇത് നടപ്പിലാക്കപ്പെടുമെന്നത് മറ്റൊരു വസ്തുത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.